ഹായ്, എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഭാഗ്യലക്ഷ്മി ദീപയോട് പറയുകയാണ്, നമ്മുടെ കുടുംബത്തിന് മൊത്തം ഭീഷണിയുള്ള സമയമാണിത്. അതുകൊണ്ട് പുറത്തുപോയ മക്കൾ വരാൻ വൈകിയാൽ അമ്മയുടെ നെഞ്ചിടിപ്പാണ് കൂടുന്നത്. ഇത് കേട്ട് താഴേക്ക് കൈയടിച്ചുകൊണ്ട് വരികയാണ് വിജയകുമാർ. വിജയകുമാർ ചോദിക്കുകയാണ്, അപ്പോൾ ആ ബോധമൊക്കെ ഉണ്ട് അല്ലേ? എടി, നീയായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തിരിച്ചടി കിട്ടുന്നത് നമ്മളുടെ മക്കൾക്കായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും നിന്നെ ഓർമ്മിപ്പിക്കാറില്ലേ? ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, നിങ്ങളോട് ഞാൻ തർക്കിക്കാൻ വന്നോ? അയ്യോ, ഞാൻ തർക്കിക്കാൻ വന്നതൊന്നും അല്ല, കാര്യം പറഞ്ഞതാണ്. അമ്മ ചെയ്യുന്ന പാപത്തിന്റെ ഫലം മുഴുവൻ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് മക്കളായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അന്നേരം അതൊക്കെ കേട്ട് അവിടേക്ക് വന്ന ദിയ പറയുകയാണ്, അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടുണ്ടാവുന്ന തിരിച്ചടികളൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. ആഹാ, അമ്മയുടെ നാവായ പൊന്നുമോൾ വന്നല്ലോ. നീയും സദാനന്ദൻ മുതലാളിയുടെയും മോന്റെയും നോട്ടപ്പുള്ളിയാണ്, ഓർത്തോ? ദിയ പറയുകയാണ്, സദാനന്ദൻ മുതലാളിയുടെ മോന്റെ നോട്ടം മിടുക്കനായ ഒരു പയ്യൻ തല്ലിക്കെടുത്തിയിട്ടുണ്ട്. കാർത്തി എന്ന് പറയുന്നവന്റെ ശരീരം നന്നായി ചതഞ്ഞിട്ടുണ്ട്. സദാനന്ദനും മുതലാളിയും മകനുമൊക്കെ ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നും നീന്തി കയറി വന്നിട്ടുള്ളവരാണ്. അതിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പത്രം എടുക്കുകയാണ് വിജയകുമാർ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് വന്ന പത്രങ്ങളാണ്, പലതിലും നിങ്ങളുടെ അമ്മയെ വാഴ്ത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പത്രം നിവർത്തിയിട്ട് വായിക്കുകയാണ്. കണ്ടോ, സമൂഹത്തിന് വഴികാട്ടിയായ ഒരു വില്ലേജ് ഓഫീസർ. ഹെഡിങ് ആണ്. അതിന് താഴെ ധാരാളം വാഴ്ത്തിപ്പാടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പുന്നാര അമ്മയെ പറ്റിയാണ്. അത് കേട്ട് ദീപ ചോദിക്കുകയാണ്, അതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ആ നല്ല കാര്യത്തിന് പിന്നിൽ കുറച്ച് ചീത്ത കാര്യങ്ങളും ഉണ്ട്. ചില പത്രങ്ങളെ മറിച്ചും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറൊരു പത്രം നിവർത്തുകയാണ് വിജയകുമാർ. കണ്ടോ എന്ന് പറഞ്ഞിട്ട് വിജയകുമാർ വായിക്കുകയാണ്. കളക്ടർ അമ്മ ചമയുന്ന വില്ലേജ് ഓഫീസർ. ഇതേതോ വിവരമുള്ള പത്രക്കാർ എഴുതിയതാണ്. ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ. ജില്ലാ കളക്ടർമാർക്ക് പോലും ഇത്രയും പവറില്ല. ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ എന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഒരു വില്ലേജ് ഓഫീസറുടെ പദവി കൃത്യമായിട്ട് അറിയാത്തവരാണ് പൊതുജനങ്ങൾ. എന്നാൽ വക്കീലായ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. എന്റെ അതേ പൊസിഷനിൽ ഉള്ളവർ അവരുടെ അധികാരം പരസ്പരം വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നെ പോലുള്ളവർ ഒറ്റപ്പെട്ടു പോകുന്നത്. വിജയകുമാർ പറയുകയാണ്, ശ്രീമതി വില്ലേജ് ഓഫീസർ മാത്രമല്ല, വീടിനകത്ത് ഭരണപദം തിരിക്കുന്ന ഒരു അമ്മ കൂടിയാണ്. അവിടെ ശരിക്കും ഒറ്റപ്പെട്ടു പോയത് ഞാനാണ്. ദേഷ്യപ്പെട്ട് ദിയ പറയുകയാണ്, അച്ഛൻ അങ്ങനെ ഒറ്റപ്പെട്ടു പോയെങ്കിൽ അത് അച്ഛന്റെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ്. ഇത് കേട്ട് ആകെ കലിതുള്ളി പത്രം താഴേക്ക് എറിയുകയാണ് വിജയകുമാർ. ദിയ വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹനിധിയായ അമ്മ മക്കൾക്കെല്ലാം വാരിക്കോരി തരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. വെള്ള ഷർട്ടിനു മീതെ കറുത്ത കോട്ടുണ്ടോ വക്കീലന്മാർക്ക്? നിങ്ങൾ പക്ഷേ മൊത്തത്തിൽ കറുപ്പ് ധരിക്കുന്നതായിരിക്കും നല്ലത്. വീടിനുള്ളിൽ കരിങ്കൊടിയുമായിട്ട് നടക്കുന്ന ഒരച്ഛൻ, അതാണ് മക്കൾക്ക്. അങ്ങനെ ഒരു കറുത്ത വേഷം നീ എന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. മക്കളെ കൊണ്ട് അച്ഛനെ വെറുപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരമ്മ. അതുകൊണ്ട് ഈ ഇളയ മോള് വീരോടെ അച്ഛനെതിരെ സംസാരിക്കുമ്പോൾ മനസ്സിലൊരു കുളിർമയുണ്ടാകും വില്ലേജ് ഓഫീസർക്ക്, അല്ലേ? മൂന്നാറിലെ തണുപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഈ വീടുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രാന്താലയമാണ്. ഭ്രാന്താലയം. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് ഈ ഭ്രാന്താലയത്തിലേക്ക് കയറി വരുന്നത്? ഇത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടായതുകൊണ്ട്. എന്താ, അവിടേക്ക് വരാൻ എനിക്ക് പാടില്ലേ? അതോ എനിക്ക് പകരം മറ്റാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ മക്കളുടെ അച്ഛനായിട്ട് പ്രതിഷ്ഠിക്കാൻ? മക്കളെ ഒന്ന് നോക്കിയ ശേഷം ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്റെ കുട്ടികൾ അടുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേനെ. അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന മക്കളുടെ മുൻപിൽ വെച്ച് മറുപടി പറയാൻ എന്തിനാടി മടിക്കുന്നത്? കോടതിയെക്കാളും വലിയ വാദപ്രതിവാദമാണ് വീട്ടിൽ. എടി, ഭർത്താക്കന്മാരെ മദ്യത്തിലേക്ക് തള്ളിവിടുന്നത് നിന്നെ പോലുള്ള ഭാര്യമാരാണ്. അനുഭവിക്കും നീ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ മുകളിലേക്ക് കയറി പോവുകയാണ് വിജയകുമാർ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി തിളച്ചതാണ്. ഇനി അങ്ങേരെ മദ്യപാനിയാക്കിയതിന് പിന്നിൽ ഞാനാണെന്ന് കൂടി മക്കളുടെ മുൻപിൽ തെളിയിക്കാൻ നോക്കുകയാണ്. കല്യാണം കഴിക്കുന്നതിന് മുൻപ് മുഴുക്കുടിയൻ ആയിരുന്നു. അതറിയാതെ പേരെടുത്ത വക്കീലാണെന്നും പറഞ്ഞ് ജീവിതം തുടങ്ങിയതാണ്. കരഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇപ്പോൾ ആകെയുള്ള സമ്പാദ്യം എന്റെ മക്കൾ മാത്രമാണ്. ഭാഗ്യലക്ഷ്മി പോയ ശേഷം ദീപയോട് ചോദിക്കുകയാണ്, ചേച്ചി, അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചി എന്തിനാ മിണ്ടാതെ നിൽക്കുന്നത്? ചുട്ട മറുപടി കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കരുത്. പിന്നീട് കാണിക്കുന്നത് വിജയകുമാറിന്റെ തറവാട് വീടാണ്. അവിടേക്ക് വിജയകുമാർ വരുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, വഴിതെറ്റി വന്നതാണോടാ? അല്ല, ഇവിടേക്ക് തന്നെ വന്നതാണ്. വീടിനകത്ത് സമാധാനം ഇല്ലാതെ വരുമ്പോഴാണല്ലോ സ്വന്തം കുടുംബത്തിലേക്ക് വരാൻ തോന്നുന്നത്. അന്നേരം അകത്തു നിന്നും വിജയകുമാറിന്റെ അച്ഛൻ പുറത്തേക്ക് വരികയാണ്. എടി, ആരാടെ എവിടെ?
അകത്തേക്ക് വിജയകുമാർ കയറുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ആഹാ, എന്റെ മോനായിരുന്നോ? എന്റെ ശബ്ദം കേട്ടിട്ട് അച്ഛന് മനസ്സിലായില്ലേ? ഒരുപാട് നാളായല്ലോ വന്നിട്ട്, അതുകൊണ്ട് ശബ്ദമൊക്കെ മറന്നുപോയി. ആ, ഇരിക്കുക എന്ന് പറയുകയാണ് അച്ഛൻ. പിന്നെ നിനക്ക് മനസമാധാനമോ മറ്റോ ഇല്ലെന്ന് പറയുന്നത് കേട്ടല്ലോ. എടോ ഭദ്രേ, ഈ പറയുന്ന സാധനം കുപ്പിയിലോ മറ്റോ അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെടുത്ത് കൊടുക്ക. അച്ഛന്റെ ഈ കളിയാകൽ കേട്ട് വിജയകുമാർ പറയുകയാണ്, വീട്ടിനകത്തൊരു സ്വസ്ഥതയും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ നേരത്ത് അച്ഛൻ ഇങ്ങനെ സംസാരിക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കണമെടാ? ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്, നമ്മുടെ വിജയത്തിനും ബന്ധത്തിനും ഒക്കെ. നമ്മൾക്ക് കിട്ടിയ മരുമകളെ പോലെ നല്ലൊരു മരുമകളെ ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരു മരുമോൾ എന്ന് പറഞ്ഞ് പല്ല് കടിച്ച് പിടിച്ചമർത്തുകയാണ് വിജയകുമാർ. അമ്മ പറയുകയാണ്, അത് പറയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം. പക്ഷെ നിന്റെ മക്കൾ അമ്മയുടെ ചിറകിനടിയിൽ ഒളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിന്റെ സ്വഭാവവും പ്രവർത്തികളുമാണ്. അച്ഛൻ പറയുകയാണ്, ലോ കോളേജിൽ പഠിക്കുമ്പോഴേ നീ മദ്യപാനം തുടങ്ങി. കേസുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നീ ഒരുപാട് കേസുകൾ ഉണ്ടാക്കി. അച്ഛനായ എനിക്ക് ആവശ്യത്തിലധികം തലവേദന ആയി. അതിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വയസ്സ് 50 കഴിഞ്ഞു. ഇനിയെങ്കിലും ഭാര്യയെയും മക്കളെയും നോക്കി കുടുംബം നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കണം നീ. അല്ലാതെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ട് എന്നാ പിന്നെ അങ്ങോട്ട് പൊയ്ക്കളയാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്നും നീ മാന്യമായ സംസാരമൊന്നും പ്രതീക്ഷിക്കേണ്ട. വിജയകുമാർ പറയുകയാണ്, അറിയാം അച്ഛാ. മക്കളെ കുപ്പിയിലാക്കിയതുപോലെ എന്റെ അച്ഛനെയും അമ്മയും അവൾ കയ്യിലെടുത്ത് കഴിഞ്ഞു എന്നുള്ളത്. ഏതായാലും അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന മരുമകളുടെ ഇപ്പോഴത്തെ പോക്കേ അവൾക്ക് മാത്രമല്ല അവളുടെ മക്കൾക്കും ആപത്തുണ്ടാക്കും, പ്രത്യേകിച്ച് പെൺമക്കൾക്ക്. ഈ അടുത്ത ദിവസത്തിൽ പത്രങ്ങളിലും ടിവിയിലും വന്ന വാർത്തകൾ ഞങ്ങൾ കണ്ടിരുന്നു. അവൾക്ക് ശരിയെന്ന് തോന്നുന്നതേ അവൾ ചെയ്തിട്ടുള്ളൂ. ഒരു റിട്ടയർഡ് അധ്യാപകനായ എനിക്ക് അവളെ തിരുത്താൻ തോന്നിയിട്ടില്ല. അമ്മ പറയുകയാണ്, ഈ സമയത്ത് ഭാര്യയുടെയും മക്കളുടെയും കൂടെ നിൽക്കേണ്ടവനാണ് നീ. ശരി, പക്ഷേ നാളെ കേൾക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും വാർത്തകൾ അച്ഛനും അമ്മയും കേൾക്കേണ്ടി വന്നാൽ, സ്വന്തം കൊച്ചുമക്കൾ ഒരു മൂലയിലിരുന്ന് ഏങ്ങലടിച്ച് കരയുന്നത് കാണേണ്ടി വന്നാൽ, ആ നേരത്തും മരുമോളാണ് ശരിയെന്നും പറഞ്ഞ് അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, കേട്ടല്ലോ? എന്നോർത്തോ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരോളാണ് അവൾ മത്സരിക്കുന്നത്. അവരുടെ കയ്യിലെ ആൾക്കാരുമുണ്ട്, ആയുധങ്ങളുമുണ്ട്. ഇവിടെ അവൾക്ക് വില്ലേജ് ഓഫീസർ എന്ന ഒരു പദവി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പദവി പോലീസ് സൂപ്രണ്ടിനേക്കാളും മുകളിലാണെന്നാണ് അവളുടെ വിചാരം. ഇവിടെ ഭാര്യയുടെ വഴിവിട്ട പോക്കൊന്നും തടയാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ എന്റെ മക്കള് വേദനിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അച്ഛൻ ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? മക്കൾ വേദനിക്കരുത് എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്നോ? അങ്ങനെയുള്ള നീ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മക്കളെ വേദനിപ്പിക്കാതിരിക്കുകയാണോ? എടാ, അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവരുടെ ഏറ്റവും വലിയ വേദനയാണ് അവരുടെ ഈ അച്ഛൻ. ഇങ്ങോട്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് വിജയകുമാർ. പോകുന്നത് കണ്ട അമ്മ ചോദിക്കുകയാണ്, എടാ, നീ പോവുകയാണോ? എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കണ്ണീരൊഴുക്കുന്നത് കാണേണ്ടി വരും. തിരുത്തേണ്ട സമയത്ത് കലിയടങ്ങാത്ത ഒരു തീയെ തിരുത്തിയില്ലെങ്കിൽ. അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് വിജയകുമാർ. മകൻ പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്ന ശേഷം അമ്മ പറയുകയാണ്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഭാനുവേട്ടനോട്, ദീപമോള് വിളിച്ചിരുന്നു. മോളും ആകെ പേടിച്ചിരിക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, അവർക്കൊന്നും സംഭവിക്കില്ലടോ. അവർക്ക് അവൻ പറഞ്ഞതുപോലെ കരയേണ്ടി വരില്ല. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഭാഗ്യലക്ഷ്മിയുടെ വീടാണ്. രാവിലെ പത്രം വായിക്കുന്ന ദിയ ആ വാർത്ത കണ്ട് ഞെട്ടുകയാണ്. ബുള്ളറ്റ് ജഗനും ഗുണ്ടകളും പോലീസ് പിടിയിൽ. വാർത്ത വായിച്ച ദിയ അന്ന് ജഗൻ വണ്ടിക്ക് കുറുക്കു വെച്ചതും പിന്നീട് കവലയിൽ വെച്ച് തന്നെ രക്ഷിച്ചതുമൊക്കെ ആലോചിക്കുകയാണ്. ആളൊരു ഗുണ്ടയായിരുന്നു ബുള്ളറ്റ് ജഗൻ എന്ന് പറഞ്ഞ് വീണ്ടും വായിക്കുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിക്ക് അന്നേരം ഫോണിലൊരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് കാണുന്ന ഭാഗ്യലക്ഷ്മി ആകെ വിയർക്കുകയാണ്. എന്റെ മകൾ ദീപയോടൊപ്പം വേറൊരാൾ കിടക്കുന്ന ഫോട്ടോയാണ് ആ മെസ്സേജിൽ കാണുന്നത്. ഫോട്ടോ കണ്ട് ആകെ തളർന്ന് കട്ടിലേക്കിരുന്ന് കരയുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് ഇരുന്ന് പഠിക്കുന്ന ദീപയെ പോയി നോക്കുകയാണ് ഭാഗ്യലക്ഷ്മി. കരഞ്ഞുകൊണ്ട് ദീപയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയുടെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് ദീപ ചോദിക്കുകയാണ്, അമ്മയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. അമ്മ എപ്പോഴും വിഷമിച്ചു നടക്കുന്ന കൂട്ടത്തിലാണ്. അതിന് തക്ക ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ദീപ. മോള് ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതെന്താ പുതിയതായിട്ട് അങ്ങനെ ഒരു ചോദ്യം? ഞാൻ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ അറിയാതിരിക്കുമോ? അത് ശരിയാണ്. നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 പെൺമക്കളും എന്നോട് പറയാത്തതായി ഒന്നുമില്ല. എന്നിട്ടാണോ അമ്മ എങ്ങനെ ചോദിക്കുന്നത്? എന്റെ കരയുന്ന ഭാഗ്യലക്ഷ്മിയോട് ദീപ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്തോ സങ്കടമുണ്ടല്ലോ മനസ്സില്. മോള് ഇന്നലെ വൈകിയാണല്ലോ വന്നത്. അതെ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. വല്ലാത്തൊരു ക്ഷീണമായിരുന്നു ഇന്നലെ. രജനിയുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി കുടിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറന്നപ്പോൾ 1 മണിക്കൂർ ഉറങ്ങിയെന്ന് മനസ്സിലായി.
നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ മധുരവും ഒരുപാട് കഴിച്ചു. അപ്പോ തലയ്ക്ക് ഒരുമാതിരി മത്ത് പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. അതാ ഞാൻ ഉറങ്ങിയത്. ആ സമയത്ത് അവിടെ മോളുടെ ഫ്രണ്ട്സ് അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? മറ്റാരും ഉണ്ടായിരുന്നില്ല. രജനിയും ഫ്രണ്ട്സും പിന്നെ അവിടെ ഒരു ആന്റിയും. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ഈ രജനിയുടെ സ്വഭാവം എങ്ങനെയാണ് മോളെ? അവൾ ഏതാണ്ട് ദിയെ പോലെയാണ്. നല്ല തന്റേടമുണ്ട്. കൂട്ടത്തില് അമ്മയുടെ പ്രവൃത്തികളെ അവള് ഒരുപാട് പുകഴ്ത്താറുമുണ്ട്. അത് കണ്ട് ഭയക്കുന്ന എന്നെ കളിയാക്കാറുമുണ്ട്. ഞാൻ എങ്ങനെയാണ് ദിയെ പോലുള്ള ഒരാളുടെ ചേച്ചിയായതെന്നാണ് അവൾ ചോദിക്കാറുള്ളത്. അല്ല, അമ്മയ്ക്ക് അവളെ അറിയാമല്ലോ. അറിയാം, പക്ഷെ അമ്മയ്ക്ക് അറിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്റെ മോള് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. ജയൻ ദീപവും എന്തെങ്കിലും കുറുമ്പ് കാട്ടിയാലും അവളെ ഇന്നേ വരെ എനിക്ക് ശാസിക്കേണ്ടിയും തല്ലേണ്ടിയും വന്നിട്ടില്ല. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില കൂട്ടുകെട്ടുകൾ ഉണ്ട് മോളെ. അവരുടെ സ്വഭാവം നമുക്കറിയാൻ പറ്റില്ല. അച്ഛന് അമ്മ ഇല്ലാത്ത കുട്ടിയാണ്. അച്ഛന് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അവൾ അടിച്ചു പൊളിച്ചു നടക്കുന്നുണ്ടെങ്കിലും പല വീടുകളിലും ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലാതെ വേറെ വരുമാനമൊന്നും ഇല്ല. പിന്നെ വാടക വീടിന്റെ റെന്റ് കൊടുക്കുന്നത് മറ്റെല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്നാണ്. അപ്പോൾ പൈസയ്ക്ക് ആവശ്യമുള്ള കൂട്ടത്തിലാണ് അവള് എന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അതെ, അങ്ങനെയുള്ളവർ അപ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യില്ലേ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മേ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. സാമർഥ്യം കൂടിയാലും പ്രശ്നമാണ് മോളെ. അത്രയും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി പോകുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് ദീപ. അമ്മ എന്താ ഇങ്ങനെ പതിവില്ലാതെ ഒരു സംസാരമൊക്കെ? പതിവുകൾ പലതും തെറ്റുകയാണ് മോളെ. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ മക്കളെ കുറ്റപ്പെടുത്തില്ല. അവരൊരിക്കലും വഴിവിട്ട് സഞ്ചരിക്കുമെന്ന് ചിന്തിക്കുകയുമില്ല. കാരണം നിങ്ങളെ അങ്ങനെയാണ് ഞാൻ വളർത്തിയത്. അമ്മയെന്ന് ദീപ വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ദീപയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഭാഗ്യലക്ഷ്മി. ഒന്നും മനസ്സിലാകാതെ അമ്മയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് ദീപ. വീണ്ടും ദീപയെ നോക്കി ഭാഗ്യലക്ഷ്മി കരയുമ്പോൾ ദീപ ചോദിക്കുകയാണ്, എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദീപയുടെ തലയിലും മുഖത്തുമൊക്കെ തലോടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.